ഒരു മേക്കപ്പ് ബിഗിനറിന് കുറേ ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ? എങ്ങനെയൊക്കെയാണ് ബേസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഐ മേക്കപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ലിപ്പിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മേക്കപ്പ് ഒന്ന് പറയാനായിട്ട് പോവാണ്. ഒരു ബിഗിനർ എന്ന നിലയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആരും മറക്കാൻ പാടില്ലാത്ത കാര്യം, നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ക്ലെൻസർ, നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നല്ലൊരു ടോണർ യൂസ് ചെയ്യുക. ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. നമ്മൾ ഫേസ് നല്ല ക്ലീൻ ആയിരുന്നാൽ മാത്രമേ മേക്കപ്പ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യണം. സോ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കാനായിട്ട്, ഒട്ടും ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. മാത്രമല്ല, ഇങ്ങനെ മോയ്സ്ചറൈസിങ് ക്രീം ഇടുന്നത് കൊണ്ട് നമ്മുടെ മേക്കപ്പ് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യാനും പാച്ച് ഒന്നും വീഴാതിരിക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. ബിക്കോസ് നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് സൂര്യതാപം മൂലമുണ്ടാകുന്ന ഡാമേജ് നമ്മുടെ സ്കിന്നിന് ഉണ്ടാകും. അത്തരത്തിലുള്ള ഡാമേജ്, എസ്പെഷ്യലി ടാനിങ്, പിഗ്മെന്റേഷൻ തുടങ്ങിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ, അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടാകാതിരിക്കാൻ ഒക്കെ നമ്മളൊരു SPF 30ക്ക് മുകളിലുള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട അത്യാവശ്യം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3-4 മിനിറ്റ് ഗ്യാപ്പിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഒരുമിച്ച് എല്ലാം കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ റിസൾട്ട് ആയിരിക്കും തരുന്നുണ്ടാവുക. സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ പ്രൈമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് കുറച്ചുകൂടെ നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് പ്രൈമർ. സോ പ്രൈമർ എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൺസീലർ ആണ് നിങ്ങൾ ആദ്യം യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൺസീലർ ഇടുക. അതായത് നമ്മുടെ പിഗ്മെന്റഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ കൺസീലർ ഇട്ട് നന്നായിട്ട് കവർ ചെയ്യുക. ചില ആളുകൾ ഫൗണ്ടേഷന് ശേഷം കൺസീലർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു മേക്കപ്പ് പ്രോ ആണെന്നുണ്ടെങ്കിലൊക്കെ മാത്രം അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ കൺസീലർ ആദ്യം യൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഫൗണ്ടേഷന് ശേഷം യൂസ് ചെയ്യുന്നവരുണ്ട്, അതിന് മുന്നേ യൂസ് ചെയ്യുന്നവരുണ്ട്. സോ കൺസീലർ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ചില ആളുകൾക്ക് സ്റ്റിക്ക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നുക. ചില ആളുകൾക്ക് ലിക്വിഡ് ഫൗണ്ടേഷൻ ആയിരിക്കും കൂടുതൽ നല്ലത്. സോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക. സോ കൺസീലർ കഴിഞ്ഞ് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാം. നിങ്ങൾക്കൊരു മാറ്റ് ഫിനിഷ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സെറ്റിംഗ് സ്പ്രേ അടിച്ച് ആ മേക്കപ്പ് ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് നമ്മുടെ ബേസ് ആണ്. അപ്പോൾ ഇടയ്ക്ക് ബ്ലഷ് യൂസ് ചെയ്യുന്നവർ ബ്ലഷ് യൂസ് ചെയ്യാം. കോൺടോർ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കോൺടോർ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഒരു ബിഗിനർ എന്ന നിലയിൽ നമ്മളൊരു ബേസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളായിരിക്കും. ഇനി കണ്ണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ണിൽ മസ്റ്റായിട്ട് കണ്ണിനും ബേസ് ഇട്ട് കൊടുക്കണം. നമ്മളൊരു കൺസീലർ ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. ബിക്കോസ് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്ത് മിക്കപ്പോഴും പല ആളുകൾക്കും ഡാർക്ക് സർക്കിൾസ് ഉണ്ടാകാറുണ്ട്. സോ അതൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് കൺസീലർ സഹായിക്കുന്നുണ്ട്. സോ കൺസീലർ ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐ ഷാഡോ ആദ്യം ഇടാം. ഐ ഷാഡോ നമ്മൾ മിക്സ് കളേഴ്സ് കൊടുത്ത് ഇടാറുണ്ട്, അല്ലാത്തതും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഐ ഷാഡോ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. ഐ ഷാഡോ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ലൈനർ യൂസ് ചെയ്യാവുന്നതാണ്. ഐ ലൈനർ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കാജലും യൂസ് ചെയ്യാം. ഇത് രണ്ടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മസ്കാരയിലേക്ക് പോകാം. മസ്കാര മസ്റ്റായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കണ്ണ് കുറച്ചുകൂടെ വിടർന്ന പോലെ തോന്നാനായിട്ട് മസ്കാര സഹായിക്കും. സോ ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മൾ കണ്ണിന് വേണ്ടിയിട്ട് ചെയ്യുക. ഇനി നമുക്ക് ലിപ്സിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ബേസും മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നല്ലൊരു ലിപ് സ്ക്രബ് യൂസ് ചെയ്തിട്ട് ലിപ്പിലുള്ള ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എങ്കിൽ മാത്രമേ നമ്മൾ ലിപ് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. സോ ഒരു ലിപ് സ്ക്രബ് ഇടുക. അതിനുശേഷം ഒരു ലിപ് ബാം യൂസ് ചെയ്യുക. നല്ലൊരു ലിപ് ബാം യൂസ് ചെയ്ത് നമ്മുടെ ചുണ്ടിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ലിപ്പ് ലൈനർ. ലിപ്പ് ലൈനർ ചെയ്തിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫെക്ഷൻ
ഡെഫിനിഷൻ കിട്ടും, നമ്മുടെ ചുണ്ടിന് നല്ലൊരു ഡെഫിനിഷൻ കിട്ടാനായിട്ട് അത് സഹായിക്കും. സോ നല്ലൊരു ലിപ്പ് ലൈനർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ചുണ്ട് വരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അതിന് ബാക്കിയുള്ള ഏരിയാസ് ഫില്ല് ചെയ്യാനായിട്ട് ലിപ്സ്റ്റിക് ആഡ് ചെയ്യാം. ഇപ്പോഴത്തെ കാലത്തൊക്കെ ന്യൂഡ് ഷെയ്ഡും അതുപോലെ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ചില ആളുകൾ ഡാർക്ക് ഷെയ്ഡ്സും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. സോ നമ്മൾ ഫേസിൻ്റെ ബേസ് നോക്കി, ഐ മേക്കപ്പ് എങ്ങനെയാണെന്ന് നോക്കി, ലിപ്പ് മേക്കപ്പ് എങ്ങനെയാണെന്ന് നോക്കി, നമ്മൾ ഇതൊക്കെ മൊത്തത്തിൽ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. സോ ഇനി ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരിക്കലും മേക്കപ്പ് ചെയ്യാതെ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് തുടക്കക്കാർ എന്നൊരു നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നത്. ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സിനായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.